ടോപ്പ് 5 ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ഇന്ത്യ 2025. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഷോപ്പിങ്ങിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറിക്കായിക്കോട്ടെ, ഗ്രോസറി പർച്ചേസിനായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമ കാണുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ ബില്ലുകൾ പേ ചെയ്യുന്നതിനായിക്കോട്ടെ, ഇതിനൊക്കെ നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വർഷത്തിലൊരു 15,000 മുതൽ 20,000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജോയിനിങ് ഫീയും കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ക്യാഷ് ബാക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ടോപ്പ് 5 ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ഇന്ത്യ 2025 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഈ ക്രെഡിറ്റ് കാർഡുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ക്രെഡിറ്റ് കാർഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന യോഗ്യത എന്ന് പറഞ്ഞാൽ സിബിൽ സ്കോറാണ്. നമുക്കൊരു 700 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ബെനിഫിറ്റ്സ് എന്താണ് അതുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടോപ്പ് 5 ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ 2025 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡുകളെല്ലാം തന്നെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉതകുന്ന രീതിയിലുള്ളതാണ്. അതായത് ഇപ്പോൾ ലോഞ്ച് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് OTT സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂവി ടിക്കറ്റ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് തന്നെ അങ്ങോട്ട് പരിചയപ്പെട്ട് കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം പരിചയപ്പെടുന്നത് ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ്സ് ആണ്. നമ്മളിപ്പോൾ എന്തായാലും ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാത്തവരുണ്ടാവില്ല. ടാറ്റയുടെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്, നിരവധി സർവീസുകളുണ്ട് അല്ലേ. അപ്പോൾ ടാറ്റയുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട സർവീസ് നമുക്കറിയാം. ഇപ്പോൾ ക്രോം ഉണ്ട്, ടാറ്റ ക്ലിക്ക് ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, അതുപോലെ നിരവധി സർവീസുകൾ ടാറ്റയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ സേവിങ്സ് കിട്ടുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ടാറ്റയ്ക്കുള്ളത്. അപ്പോൾ ഈ ടാറ്റയുടെ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ന്യൂ എന്ന് പറയുന്ന ഈ ക്രെഡിറ്റ് കാർഡുകൾ അത് 2 വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇൻഫിനിറ്റിയും ഉണ്ട്, ടാറ്റ ന്യൂ പ്ലസും ഉണ്ട്. അപ്പോൾ ഈ 2 ക്രെഡിറ്റ് കാർഡുകളും പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും അതിൻ്റെ ബെനിഫിറ്റുകളിൽ. എങ്കിലും ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ആ ഒരു ടാറ്റയുടെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ടാറ്റയുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടും, അതുപോലെ പ്രീമിയം ബെനിഫിറ്റ്സ് കിട്ടും. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം ഇതൊരു കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളാണ്. ടാറ്റ ന്യൂ പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാറ്റയുടെ പാർട്ണർ ബ്രാൻഡുകളായിട്ടുള്ള ബിഗ് ബാസ്ക്കറ്റ്, ക്രോമ, വെസ്റ്റ് സൈഡ് എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2% ന്യൂ കോയിൻസ് അത് ടാറ്റ ന്യൂ ആപ്പിൽ ലഭിക്കും. അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള ടാറ്റ ന്യൂ കാറ്റഗറീസിന് 5% ന്യൂ കോയിൻസ് ആണ് നമുക്ക് ന്യൂ പാസ് വഴി ലഭിക്കുന്നത്. അതൊരു 7% വരെയൊക്കെ ആവാം. ഇനി ടാറ്റയുടെ അല്ലാത്ത മറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1% ആയിരിക്കും ടാറ്റ ന്യൂ കോയിൻസ് ആയിട്ട് ലഭിക്കുക. ഇനി UPI വഴി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0.25% ആണ് ലഭിക്കുക. അതേസമയം നിങ്ങൾ ടാറ്റ ന്യൂവിൻ്റെ UPI ID ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 0.75 എക്സ്ട്രാ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പരമാവധി ഒരു മാസത്തിൽ 500 ടാറ്റ ന്യൂ കോയിൻസിന് അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷന് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 499 ന്യൂ കോയിൻസ് കിട്ടും. പിന്നെ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ അതായത് 400 രൂപ തൊട്ട് 5000 രൂപ വരെ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വൈവർ ഉണ്ട്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സർക്കിളിൽ പരമാവധി 250 രൂപ വരെ എന്നവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. അതായത് വർഷത്തിൽ നമുക്ക് 4 എണ്ണം ഓരോ ക്വാർട്ടറിലും ഓരോ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ ക്വാർട്ടറിലും 50,000 രൂപ സ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ ന്യൂ പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണങ്ങൾ. ഇനി നമുക്ക് ടാറ്റ ന്യൂവിൻ്റെ തന്നെ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ടാറ്റയുടെ പാർട്ണർ ബ്രാൻഡുകളിലും ടാറ്റ ന്യൂ ആപ്പിലൂടെയും നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 5% ക്യാഷ് ബാക്ക് അത് നോൺ EMI ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് ലഭിക്കും. ഇനി എയർപോർട്ടിലെ ലോഞ്ച് ആക്സസ് അത് ഇൻ്റർനാഷണലിലും കിട്ടും, ഡൊമസ്റ്റിക് എയർപോർട്ടിലും കിട്ടും. നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഒരു വർഷത്തിൽ 8 ലോഞ്ച് ആക്സസ് ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ കിട്ടുന്നത്. അതായത് ക്വാർട്ടർലി 2 എണ്ണം എന്ന രീതിയിൽ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 രൂപ ഓരോ ക്വാർട്ടർലിയും സ്പെൻഡ് ചെയ്തിരിക്കണം. ഇനി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ച് ആക്സ് അത് വർഷത്തിൽ 4 എണ്ണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ലോഞ്ച് ആക്സ് നമുക്ക് പ്രയോറിറ്റി പാസ് വഴിയും അല്ലെങ്കിൽ റൂപേ കാർഡിൻ്റെ വേരിയൻറ്റ് ഉപയോഗിക്കുമ്പോഴും ലഭിക്കും. പിന്നെ നിരവധി ഇൻഷുറൻസ് കവറേജ് ഇതിൽ ലഭ്യമാണ്. ഇപ്പോൾ എയർ ആക്സിഡൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ഡെത്തിന് 1 കോടിയുടെ കവറേജ് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓവർസീസിൽ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ആയിട്ട് 15 ലക്ഷം വരെ ലഭിക്കുന്നുണ്ട്. പിന്നെ ലോസ് കാർഡ് ലയബിലിറ്റി ആയിട്ട് 9 ലക്ഷത്തിൻ്റെ കവറേജും ഉണ്ട്. പിന്നെ ഇതൊക്കെ കൂടാതെ 1% ഫ്യൂവൽ സർചാർജ് വൈവർ അതായത് നമ്മൾ മിനിമം 400 രൂപ മുതൽ 5000 രൂപ വരെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നമുക്ക് പരമാവധി 500 രൂപ വരെ ഒന്ന് ലിമിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണങ്ങൾ. അപ്പോൾ ഈ 2 ക്രെഡിറ്റ് കാർഡിന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു 100 വർഷമായിട്ട് പരിചിതമായിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റയുടെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്നവർക്ക് നല്ല രീതിയിൽ
ഒരു ഡിസ്കൗണ്ട് സേവിങ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലോൺ ടാക്സും കിട്ടുന്ന ക്രെഡിറ്റ് കാർഡാണ് ടാറ്റയുടെ ഈ ഇൻഫിനിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ടാറ്റ ന്യൂ പ്ലസ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു യങ് പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ക്രെഡിറ്റ് കാർഡാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ സൊമാറ്റോയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 3 തവണ ഫ്ലാറ്റ് 40% ആണ് ഓഫ് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു തുക നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന്, നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ മാസത്തിൽ ഒരിക്കൽ ഒരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സിനിമ ടിക്കറ്റ് കൂടി സൗജന്യമായിട്ട് ലഭിക്കുക. അതായത് ബൈ 1 ഗെറ്റ് 1 എന്ന രീതിയിൽ മൂവി ടിക്കറ്റ് ഓഫർ ഇതിലുണ്ട്. പിന്നെ മിന്ത്ര, ബ്ലിങ്കറ്റ് ഇവയിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10% ഓഫ് ഉണ്ട്. പിന്നെ ഫ്യൂവൽ സർചാർജ് എപ്പോൾ ഫ്യൂവൽ ഫില്ല് ചെയ്താലും ഇതിൽ ലഭ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനുവലി ഒരു നിശ്ചിത തുക ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണമെന്ന് അവർ പറയും. അപ്പോൾ ആ ഒരു തുക നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ, അതായത് ആനുവൽ ഫീ കൊടുക്കാതെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മിന്ത്രയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ സ്വിഗ്ഗി, ഊബർ, PVR, ക്ലിയർ ട്രിപ്പ് ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക സേവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മിന്ത്രയിൽ നിന്നോ എപ്പോൾ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. സ്വിഗ്ഗി, PVR, ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് 4% ക്യാഷ് ബാക്ക് ലഭിക്കും. ഇനി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റുമില്ലാതെ 1.5% ക്യാഷ് ബാക്കിന് ലഭിക്കും. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഈ ഒരു കാർഡ് കിട്ടിയിട്ട് നിങ്ങളൊരു 30 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചർ ലഭിക്കും. നമ്മൾ ഈ ഒരു കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിനിങ് ഫീ ആയിട്ട് ഒന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ ആനുവൽ ഫീ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഓരോ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് അവർ പറയുന്ന പോലെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആനുവൽ ഫീ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കാർഡ് ലഭിക്കാൻ നമുക്ക് വേണ്ട യോഗ്യതകൾ എന്താണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം എന്നൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ് ഈ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അത് യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് മൈസോൺ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൈ 1 ഗെറ്റ് 1 എന്ന രീതിയിൽ മൂവി ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. അത് പേടിഎം മൂവീസിൽ മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലാണ് നമുക്ക് ബൈ 1 ഗെറ്റ് 1 എന്ന രീതിയിൽ ഈ ഒരു സിനിമ ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിന്ത്രയിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10% ഓഫാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് സോണി ലിവിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അതായത് 1 വർഷത്തേത് സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ മറ്റുള്ള എന്ത് ട്രാൻസാക്ഷനും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് 1% ക്യാഷ് ബാക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫ്യൂവൽ സർചാർജ് വേവറും ഈ ഒരു കാർഡിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇതിനിപ്പോൾ ജോയിനിങ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവർ ഒന്നും വാങ്ങില്ല, ചില സമയത്ത് 500 രൂപ വരെ വാങ്ങിയേക്കാം. അത് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ സമയത്തും. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ ഒരു നിശ്ചിത തുക വർഷത്തിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. വേണ്ട യോഗ്യതകൾ എന്താണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താവ്, അല്ലെങ്കിൽ നിങ്ങൾ എയർടെലിൻ്റെ DTH അതുപോലെ ബ്രോഡ്ബാൻഡ് ഇങ്ങനെയുള്ള സർവീസുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തുക സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതാണ് എയർടെലിൻ്റെ ആക്സിസ് ക്രെഡിറ്റ് കാർഡ്. എയർടെൽ താങ്ക്സ് ആപ്പിലൂടെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് ബില്ല്, അതുപോലെ DTH, ബ്രോഡ്ബാൻഡ് ഇവയുടെയൊക്കെ ബില്ലുകൾ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 25% വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി പോലുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ നിങ്ങൾ എയർടെലിൻ്റെ താങ്ക്സ് ആപ്പിലൂടെ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ബിഗ് ബാസ്ക്കറ്റിലും നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡിലും ഫ്യൂവൽ സർചാർജ് വേവർ ഉണ്ട്. ഇതിൻ്റെ ജോയിനിങ് ഫീ എന്നത് ചില സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും, ചില സമയത്ത് നമ്മൾ 500 രൂപ വരെ ജോയിനിങ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോരോ സമയത്ത് അത് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആനുവൽ ഫീ അത് ഒഴിവാക്കാൻ നമ്മൾ വർഷത്തിൽ ഒരു നിശ്ചിത തുക സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ഒരു 5 ക്രെഡിറ്റ് കാർഡ്, അതായത് ടോപ്പ് 5 ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ഇന്ത്യ 2025 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ വർഷത്തിലൊരു 10,000 മുതൽ 20,000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട യോഗ്യതകൾ ഞാനിവിടെ ഇടത് സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുക. ആ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ, ആ ഒരു സിബിൽ സ്കോർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.